നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. റെയിൽവേ സ്റ്റേഷനിലെ KSU പ്രതിഷേധത്തിൽ വീണ ജോർജിന് പരിക്ക്. മന്ത്രി ജില്ലാ ആശുപത്രിയിൽ. അപലപിച്ച് CPM. വ്യാപക പ്രതിഷേധം. മുഖ്യമന്ത്രി വീണ ജോർജിനെ കണ്ടു. കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയമെന്ന് മുഖ്യമന്ത്രി. പ്രതിഷേധക്കാർ മന്ത്രിയുടെ ദേഹത്ത് തൊട്ടിട്ടില്ലെന്ന് കോൺഗ്രസ്. രാഷ്ട്രീയ നാടകമെന്ന് KSU. പ്രവർത്തകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് പോലീസ്. ജീവനക്കാരുടെ ഡാറ്റ ചോർച്ചയിൽ കൂടുതൽ രേഖകൾ പുറത്ത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്പാർക്കിന് അയച്ച കത്ത് പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല. പേരും പ്രായവും ബൂത്തുമടക്കം കൈമാറണമെന്ന ആവശ്യം. ചോർന്നത് 1 കോടിയിലേറെ പേരുടെ വിവരമെന്ന് സൂചന. വിവാദത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. സന്ദേശങ്ങൾ അയച്ചത് IT മിഷൻ മുഖേനയെന്നും വിവിധ വകുപ്പുകളുമായി ബന്ധമുള്ളതുകൊണ്ടാണ് ഏകീകൃത സന്ദേശം അയച്ചതെന്നും വിശദീകരണം. NCERT പാഠപുസ്തകത്തിൽ ജുഡീഷ്യറിയിലെ അഴിമതി എന്ന ഭാഗം ഉൾപ്പെടുത്തിയതിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീം കോടതി. ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും കോടതി. വിവാദ പരാമർശങ്ങൾ ഉള്ളത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇസ്രയേലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തും. പ്രതിരോധ സാങ്കേതിക വ്യാപാര കരാറുകളിലെ ധാരണാപത്രം ഒപ്പിടും. ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കും. കുവൈറ്റ് ആരോഗ്യ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും സേവന ഫീസ് ഇനി മുതൽ ഓൺലൈനിലൂടെ മാത്രം. ആരോഗ്യമേഖലയെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടിയെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി. ഹർജി തീർപ്പാക്കുന്നതുവരെ കേരള സ്റ്റോറി 2ാം ഭാഗം റിലീസ് ചെയ്യേണ്ടെന്ന് ഹൈക്കോടതി. ഹർജിക്കാരുടെ വാദം അപ്രസക്തമല്ലെന്ന് നിർമ്മാതാക്കളോട് കോടതി. കോടതിയുടെ നിലപാട് ചിത്രം കണ്ട് വിലയിരുത്താൻ സെൻസർ ബോർഡിനാണ് അധികാരമെന്ന നിർമ്മാതാക്കളുടെ വാദത്തോട്. ഹർജിയിൽ നാളെ വിശദമായി വാദം കേൾക്കും. കണ്ണൂരിൽ KSU ആക്രമണത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്ക്. റെയിൽവേ സ്റ്റേഷനിൽ കരിങ്കൊടി പ്രതിഷേധത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത്. കൈക്കും കഴുത്തിനും പരിക്കേറ്റ മന്ത്രി ജില്ലാ ആശുപത്രിയിലെ ICU വിഭാഗത്തിൽ ചികിത്സയിലാണ്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കണ്ണൂർ ജില്ലയിലെത്തിയത്. രാവിലെ മുതൽ വിവിധയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കല്യാട്ട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ആരോഗ്യമന്ത്രി കരിങ്കൊടി പ്രതിഷേധങ്ങളെ അപലപിച്ചു. ചിലർ കരിങ്കൊടിയുമായി വരുന്നു. ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ മുന്നേറ്റത്തിനെതിരെയാണോ കരിങ്കൊടി? എങ്കിൽ കരിങ്കൊടിയെ പൂമാലയായി സ്വീകരിക്കുന്നുവെന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ ആരോഗ്യ മേഖലയിൽ വന്ന ഈ മാറ്റങ്ങൾക്കാണ് ആ കരിങ്കൊടിയെങ്കിൽ അത് പൂമാലയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അത് എന്റെ കണ്ണൂരിലെ ഉൾപ്പെടെ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അതിനാണെങ്കിൽ അത് സ്വീകരിക്കുന്നു. വിവിധയിടങ്ങളിൽ പ്രതിഷേധമുയർത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം കരിങ്കൊടി ഉയർത്തിയ ലീഗ് പ്രവർത്തകരെ DYFI പ്രവർത്തകർ മർദ്ദിച്ചതായും ആരോപണമുണ്ട്. കണ്ണൂരിലെ പരിപാടികൾ പൂർത്തീകരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങാനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് വീണ്ടും പ്രതിഷേധമുണ്ടായത്. സ്റ്റേഷന് പുറത്ത് യുവമോർച്ച പ്രവർത്തകരും അകത്ത് KSU പ്രവർത്തകരും പ്രതിഷേധിച്ചു. ഇതിനിടയിലാണ് പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്കും പിന്നീട് അക്രമത്തിലേക്കും കലാശിച്ചത്. മന്ത്രിയുടെ കൈകൾക്കും കഴുത്തിനുമാണ് പരിക്കേറ്റത്. മന്ത്രിയെ ഒപ്പമുണ്ടായിരുന്ന നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഇടപെട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മന്ത്രി വീണ ജോർജിനെ ICUയിലേക്ക് മാറ്റി. കഴുത്തിലെ പരിക്ക് ഗൗരവമുള്ളതാണെന്ന് മന്ത്രിയെ സന്ദർശിച്ച ശേഷം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നതെന്നും KK രാഗേഷ് പ്രതികരിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇത്രയും നിഷ്ഠൂരമായ ഒരു ആക്രമണം നടന്നിട്ടുണ്ടാവില്ല. പ്രതിഷേധങ്ങളും ഒക്കെ പലതും
കേരളം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വനിതാ മന്ത്രിയെ കായികമായി കടന്നാക്രമിക്കുക, ഗുരുതരമായ പരിക്കേൽപ്പിക്കുക കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ മന്ത്രിയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധത്തിലും അക്രമത്തിലും പങ്കെടുത്ത 5 KSU പ്രവർത്തകരെ കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. അമൃത ന്യൂസ്, കണ്ണൂർ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിലുണ്ടായ KSU ആക്രമണം കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവിടെ ഉണ്ടായത് ഏതെങ്കിലും പ്രതിഷേധ പ്രകടനമല്ല, ഒരു കൂട്ടം അക്രമികളുടെ വിളയാട്ടമാണ്. തങ്ങളുടെ അനുയായികളെ കയറൂരി വിട്ട് നാട്ടിലെ ക്രമസമാധാനം തകർക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതരുത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശാരീരികമായി തന്നെ ആക്രമിച്ചു. ആക്രമണത്തിൽ കഴുത്തിന് പരിക്കേറ്റു, വല്ലാത്ത വേദന, അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവർ കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിക്കെതിരെ ഇത്ര നിഷ്ഠൂരമായ കടന്നാക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് യൂത്ത് കോൺഗ്രസും KSUവും ചേർന്ന് ആസൂത്രിതമായി ആക്രമണം നടത്തിയത്. കനകോലു സിദ്ധാന്തം അടിസ്ഥാനമാക്കി എന്തും ചെയ്യാമെന്ന മനോഭാവമാണ് ഇത്തരം അതിക്രമങ്ങൾക്ക് പിന്നിലെന്നും ഗോവിന്ദൻ കൊല്ലത്ത് പറഞ്ഞു. മന്ത്രിമാരായ വനിതാ നേതാക്കൾക്കെതിരായിട്ട് നടന്നിട്ടില്ല. ഇത് ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഒരു ഭാഗത്ത് BJPക്കാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസും KSU ഉണ്ടായിരുന്നു. അവരാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടന്ന് മന്ത്രിക്കെതിരായി വലിയ രീതിയിലുള്ള അക്രമം സംഘടിപ്പിച്ചത്. ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമായാണ് ആരോഗ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് ആക്രമണം നടത്തിയതെന്ന് മന്ത്രി P രാജീവ്. അരാജക ഇരുണ്ട യുഗത്തിലേക്കാണ് ഇവരുടെ യാത്ര. മുകളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ആക്രമണം. മന്ത്രിയുടെ വീട്ടിലെത്തി ആക്രമണം നടത്തിയതിനെ പോലും പ്രതിപക്ഷം അപലപിച്ചില്ല. ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണെന്നും മന്ത്രി പറഞ്ഞു. ബോധപൂർവമായി ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് അത് അങ്ങേയറ്റം അപലപനീയമാണ്. മന്ത്രി, ഒരു വനിതാ മന്ത്രിയെ ഈ രൂപത്തിൽ കേരളം പോലെ സമൂഹത്തിൽ ആക്രമിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവം, വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. കേരളത്തിലെ പ്രതിപക്ഷം ഒരു നശീകരണാത്മക പ്രതിപക്ഷമാണ് എന്ന് ഇന്നലെ നിയമസഭയിൽ ഞങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ആരോഗ്യമന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണം അങ്ങേയറ്റം അപലപനീയമാണെന്ന് മന്ത്രി VN വാസവൻ. ബോധപൂർവവും ആസൂത്രിതവുമായ നീക്കമാണ് ഉണ്ടായത്. നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടും. സതീശന്റെ പ്രേരണ കൂടാതെ ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് KSUവും യൂത്ത് കോൺഗ്രസും പോകില്ല എന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരോഗ്യമന്ത്രിക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആക്രമണം അങ്ങേയറ്റം അപലനീയവും അതോടൊപ്പം തന്നെ കാടത്വവും അപരിഷ്കൃതവുമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവരുടെ വീട് തള്ളി തുറന്ന് കയറി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കുക, അതോടൊപ്പം തന്നെ അവർ സഞ്ചരിക്കുന്ന വഴിയെ അവരെ കരിങ്കൊടി കാണിക്കുന്നു, ആക്രമിക്കുന്നു. ആരോഗ്യമന്ത്രിക്കെതിരെ നടന്ന ആക്രമണം അങ്ങേയറ്റം അപലപനീയവും മാപ്പർഹിക്കാത്ത പ്രവൃത്തിയുമാണെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം. ഒരു വനിതയാണെന്ന് പോലും നോക്കാതെ വളഞ്ഞിട്ട് ആക്രമിച്ചു. പോലീസിന്റെ സുരക്ഷയുള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നും റഹീം പറഞ്ഞു. അവരെ അവിടെ പ്രതിഷേധം വരുന്നു. ആ പ്രതിഷേധം അവർ പറയട്ടെ, KSU പറയട്ടെ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയട്ടെ. ഒരു മന്ത്രിയുടെ അടുത്തേക്ക്, ഏത് മന്ത്രിയുടെ അടുത്താകട്ടെ, എവിടം വരെ പ്രതിഷേധം പോകാം? എവിടം വരെ പോകാം? പ്രതീകാത്മകമായിട്ടാണോ നിങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത്? അതേ മന്ത്രിയെ കിട്ടിയാൽ തല്ലണം, കൊല്ലണം എന്ന് കരുതി തന്നെയാണോ നടത്തുന്നത്? അസഹിഷ്ണുതയുടെ ഫലമാണ് വീണ ജോർജിനെതിരെ നടന്ന ആക്രമണമെന്ന് A വിജയരാഘവൻ. പ്രതിപക്ഷ നേതാവ് അക്രമത്തെ ന്യായീകരിക്കുകയാണ്. വിമോചനകാലത്തെ രീതിയിലേക്ക് കോൺഗ്രസ് മാറുന്നുവെന്നും കേരളീയ സമൂഹം അക്രമത്തിനെ അനുകൂലിക്കുകയായിരുന്നുവെന്നും വിജയരാഘവൻ കോഴിക്കോട് പറഞ്ഞു. അസഹിഷ്ണുതയുടെ എല്ലാ അളവും ലംഘിച്ചുകൊണ്ടുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം നൽകുന്നത്. അക്രമങ്ങളെ പരിപൂർണമായി ന്യായീകരിക്കുന്ന പ്രവർത്തനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. വിമോചന സമരം
വീണ ജോർജ് നല്ലൊരു ആരോഗ്യമന്ത്രി അല്ലെങ്കിലും നല്ലൊരു അഭിനേത്രിയാണെന്ന് തെളിയിച്ചുവെന്ന് കെ സുധാകരൻ MP. കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചുവെന്ന തരത്തിൽ CPM പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതവും CPMന്റെ രാഷ്ട്രീയ നാടകവുമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നെല്ലാം ആക്രമണവും പരിക്കേറ്റുവെന്ന അവകാശവാദങ്ങളും യഥാർത്ഥ സംഭവ വികാസങ്ങളുമായി ബന്ധവുമില്ലെന്ന് വ്യക്തമാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. ആക്രമണം ആസൂത്രിതമാണെന്നും ശാരീരികമായി ആക്രമിക്കുന്നത് പ്രതിഷേധമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. VD സതീശന്റെ നേതൃത്വത്തിലാണ് ഈ തോന്നിവാസത്തിന് ആളെ പറഞ്ഞുവിടുന്നത്. ആക്രമണത്തിൽ പങ്കെടുത്തവർ KSU പ്രവർത്തകരാണെന്ന് താൻ കരുതുന്നില്ലെന്നും വാടകയ്ക്കെടുത്ത ഗുണ്ടകളെപ്പോലെ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള കറുത്ത പുള്ളികൾ നാടിനാപത്താണെന്നും മന്ത്രി പറഞ്ഞു. പ്രതിഷേധമല്ല, അതിന് പറയുന്നത് തീവ്രവാദ ആക്രമണമോ ഗുണ്ടായിസോ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു ദിവസമല്ല, കഴിഞ്ഞ ദിവസം അവരുടെ വീട് കയറി ആക്രമിച്ചു. തിരുവനന്തപുരത്താണ് അവരുടെ വീട്ടിൽ പോയി റീത്ത് വെച്ചു, പ്രതിഷേധം നടത്തി, ഇങ്ങനെ കാര്യം നടത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ കേരളത്തിലെ മന്ത്രിമാരൊന്നും ഇസഡ് കാറ്റഗറി പിന്നെ അങ്ങനെ അല്ലെങ്കിൽ 10 ബ്ലാക്ക് കാറ്റുകളെ കൊണ്ടല്ല നടക്കുന്നത്. നമ്മളെല്ലാവരും വഴി കൂടെ നടക്കുന്നവരാണ്. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരെന്ന നിലയിൽ ഈ പറഞ്ഞ ആളുകളെക്കാൾ ഒട്ടും മോശമല്ല ഇത്തരം. വീണ ജോർജിന് നേരെ ഉണ്ടായത് ആസൂത്രിത ആക്രമണമെന്ന് തോമസ് ഐസക്. സംഭവത്തിൽ ഇടതുപക്ഷം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് കഴിഞ്ഞ 10 വർഷം പോലും ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാർ, നഴ്സുമാർ 10,000-ലധികം പേരെ നിയോഗിച്ചിട്ടുള്ളത്. 20,000 കോടി രൂപയുടെ സാമഗ്രികളും കെട്ടിടങ്ങളും മറ്റുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്രയേറെ ആരോഗ്യ മേഖലയിൽ പുരോഗതി ഉണ്ടായിരിക്കുമ്പോഴാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടാൻ തയ്യാറാവുന്നു. മന്ത്രി വീണ ജോർജ് കലോത്സവ കാലങ്ങളിലെ അഭിനയം ഇനിയും മറന്നിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. സംസ്ഥാന കലോത്സവത്തിൽ മോണോ ആക്ട് സമ്മാനം നേടിയ ആളാണ് വീണ ജോർജ്. പ്രതിഷേധക്കാർ ആരും മന്ത്രിയുടെ സമീപം പോയിട്ടില്ല. മന്ത്രിയാണ് പ്രകോപനം ഉണ്ടാക്കിയത്. നീയൊക്കെ ആരാടാ എന്നാണ് മന്ത്രി ചോദിച്ചത് എന്നും OJ ജനീഷ് തൃശ്ശൂരിൽ പറഞ്ഞു. പിന്നെ പരിശോധിച്ച് നോക്കിയാൽ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ഇപ്പോഴും സജീവമാണ്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിസ്ഥാനത്തേക്ക് മാധ്യമപ്രവർത്തനത്തിന് ശേഷം കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടും അന്നത്തെ വീണ കുര്യാക്കോസ്, ഇന്നത്തെ വീണ ജോർജ് ഇപ്പോഴും അഭിനയം കൈവിട്ടു പോയിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു എന്ന് ആരോപിച്ച് സംസ്ഥാനത്ത് വ്യാപകമായി പ്രതിഷേധമാണ്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നേതൃത്വം നൽകി. സ്വരാജ് റൗണ്ട് ചുറ്റി പ്രതിഷേധം സമാപിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. റമദാനിൽ ഹറം പള്ളിയിൽ വികലാംഗർക്കും പ്രായമായവർക്കും വേണ്ടി പ്രത്യേക നമസ്കാര സ്ഥലങ്ങൾ സജ്ജമാക്കിയതായി ഹറം വകുപ്പ് അറിയിച്ചു. റമദാൻ മാസത്തിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ആരാധന സുഗമമാക്കാനുള്ള ഹറംകാര്യ വകുപ്പിൻ്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്. വിശുദ്ധ ഹറമിൻ്റെ പ്രധാന കവാടങ്ങൾക്ക് സമീപമാണ് ഈ നമസ്കാര സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. സംസം വെള്ളവും മുസ്ഹഫ് കോപ്പികളും ഇവിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. മക്ക മുഴുവൻ പുണ്യസ്ഥലമാണെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. മക്കയിൽ ഹറം പരിധിയിലെ മസ്ജിദുകളിലും ഹറമിന് ചുറ്റുമുള്ള ഹോട്ടലുകളിലെ നമസ്കാര സ്ഥലങ്ങളിലും തീർത്ഥാടകർക്ക് നമസ്കരിക്കാമെന്ന് X പ്ലാറ്റ്ഫോമിലൂടെ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഹറം പരിധിക്കുള്ളിലെ മസ്ജിദുകളിൽ നിർവഹിക്കുന്ന നമസ്കാരത്തിന് വിശുദ്ധ ഹറമിൽ നിർവഹിക്കുന്ന നമസ്കാരത്തിൻ്റെ തുല്യമായ പ്രതിഫലം ലഭിക്കുമെന്ന് പുണ്യ റമദാനിൽ വിശുദ്ധ ഹറമിലെ തിരക്ക് കുറയ്ക്കാൻ ശ്രമിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി.
കുവൈറ്റ് ആരോഗ്യ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും സേവന ഫീസ് ഇനി മുതൽ ഓൺലൈനിലൂടെ മാത്രം. പണം നേരിട്ട് കൈപ്പറ്റുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി പറഞ്ഞു. ആരോഗ്യ മേഖലയെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. പൊതുജനാരോഗ്യ മേൽനോട്ടത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം കൈമാറണമെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങൾ, സലൂണുകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, സ്വകാര്യ നഴ്സറികൾ, സ്വകാര്യ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ നിർദ്ദേശം ബാധകമാണ്. ഇഫ്താർ വിരുന്നുകൾ കൊണ്ട് സമ്പന്നമാണ് റമദാൻ മാസം. കാരുണ്യവും സ്നേഹവും സൗഹൃദവും ഒരുമിച്ച് ചേരുന്ന ദുബായിലെ ഇഫ്താർ സംഗമങ്ങളിലേക്ക് ദേശഭാഷാ വ്യത്യാസമില്ലാതെ, വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും ഒഴുകിയെത്തുന്ന കാഴ്ച സുന്ദരമാണ്. കേരളത്തിലെ കോളേജ് അലുമിനികളുടെ കൂട്ടായ്മ ദുബായിൽ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നത്. ദുബായ് സോനാപൂരിലെ തൊഴിലാളി താമസ കേന്ദ്രങ്ങൾക്കിടയിലുള്ള ആത്മീയ ഗേഹമാണ് അബൂസർ ഗഫാരി മസ്ജിദ്. ഈ പള്ളിയുടെ വിശാലമായ മുറ്റത്താണ് അക്കാഫ് ഇവന്റ്സ് എന്ന കേരളത്തിലെ കോളേജ് അലുമിനികളുടെ കൂട്ടായ്മ എല്ലാ വർഷവും ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നത്. ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന VR വോളണ്ടിയേഴ്സ് വോളണ്ടിയറിംഗ് ടീമുമായി സഹകരിച്ചാണ് അക്കാഫ് ഇവന്റ്സ് റമദാൻ മാസത്തിലെ ഇഫ്താർ കിറ്റ് വിതരണം നടത്തുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം 50-ലേറെ പേരടങ്ങുന്ന ടീമാണ് ഓരോ ദിവസവും ഇഫ്താർ കിറ്റ് വിതരണത്തിന് സ്വയം സന്നദ്ധരായി ഇവിടെ എത്തുക. പ്രതിദിനം 6000 പേർക്ക് എന്ന നിലയിൽ തുടങ്ങിയ വിതരണം റമദാൻ തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ 10000 പേരെന്ന സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. വാഗ്മിയും പാർലമെന്റ് അംഗവുമായ MP അബ്ദുൽ സമദ് സമദാനി അതിഥിയായി അക്കാഫിന്റെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. കേരളത്തിന്റെ മതസൗഹാർദ്ദവും പരസ്പര സ്നേഹവും തന്നെയാണ് അക്കാഫ് ഒരുക്കുന്ന ഇഫ്താർ സംഗമത്തിലും കാണാൻ സാധിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം നിലനിൽക്കണമെങ്കിൽ, വ്യക്തി നിലനിൽക്കണമെങ്കിൽ, സമൂഹം നിലനിൽക്കണമെങ്കിൽ കാരുണ്യം കൂടിയേ കഴിയൂ എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഒരു ദൃശ്യം, അതിൻ്റെ ഒരു പ്രയോഗ മാതൃക, ലോകത്തേത് സിദ്ധാന്തത്തിനും മാതൃക ഉണ്ടായിരിക്കണം. അതിമഹത്തായ അതിൻ്റെ ഒരു മാതൃകയാണ് സാർവലൗകികതയുടെ ഒരു വിളംബരമാണ്. മനുഷ്യർക്കിടയിൽ വ്യത്യാസങ്ങളില്ല, മനുഷ്യർ ഒന്നാണ്. അതിൻ്റെ ഒരു കൺകുളിർപ്പിക്കുന്ന, കരള് അലിയിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ഹരികുമാറും പരിപാടിയിൽ പങ്കെടുത്തു. ഈന്തപ്പഴം, കുടിവെള്ളം, പഴങ്ങൾ, ലബാൻ, ബിരിയാണി എന്നിവ അടങ്ങുന്നതാണ് ഇഫ്താർ കിറ്റ്. ഇഫ്താർ സമയം അറിയിച്ച് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുൻപേ പള്ളിമുറ്റം വിശ്വാസികളെ കൊണ്ട് നിറയും. ഭൂരിഭാഗവും സാധാരണ തൊഴിൽ ചെയ്യുന്ന പ്രവാസി തൊഴിലാളികളാണ് അക്കാഫിന്റെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നത്. റമദാൻ മാസത്തിലെ എല്ലാ ദിവസവും ഇഫ്താർ കിറ്റ് വിതരണം ഉണ്ടാകുമെന്ന് അക്കാഫ് ഭാരവാഹികൾ അറിയിച്ചു. ദുബായ് സോനാപൂരിലെ അബൂസർ ഗഫാരി മസ്ജിദിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിബി സ്കൂൾ ഇന്റർനാഷണലിൻ്റെ എക്സിക്യൂട്ടീവ് MBA ആദ്യ ബാച്ചിലെ ബിസിനസ്സുകാർ ചേർന്ന് രൂപീകരിച്ച ഇക്വിറ്റോറിയ ഗ്ലോബൽ സംഘടിപ്പിച്ച ഇക്വിനെക്സ് മീറ്റ് ശ്രദ്ധേയമായി. അൽ ജദാഫിലെ മാരിറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ ഒത്തുചേർന്നു. ലീഡർഷിപ്പ് ആൻഡ് എക്സലൻസ് എന്ന പ്രമേയത്തിലാണ് ഇക്വറ്റോറിയ ഗ്ലോബൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചത്. അജ്മാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വൈസ് ചെയർമാൻ ഷെയ്ഖ് സുൽത്താൻ ബിൻ സഖർ അൽ നുയേമി ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഇക്വറ്റോറിയ ഗ്ലോബൽ CEO ഷംസുദ്ദീൻ നെല്ലറ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ചെയർമാൻ സിദ്ദിഖ് ഫോറം ഗ്രൂപ്പ് അധ്യക്ഷത വഹിച്ചു. ഇക്വറ്റോറിയ അംഗങ്ങളുടെ വാണിജ്യ വിവരങ്ങൾ ക്രോഡീകരിച്ച മാഗസിൻ ഏരിസ് ഗ്രൂപ്പ് ചെയർമാൻ സോഹൻ റോയ് പ്രകാശനം ചെയ്തു. മൊബൈൽ ആപ്ലിക്കേഷന്റെ ലോഞ്ചിംഗ് FMC ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ നിർവഹിച്ചു. റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹയുദ്ദീൻ, ID ഫ്രഷ് സ്ഥാപകൻ PD മുസ്തഫ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. ABC ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് മദനി, AAK മുസ്തഫ, IPA ചെയർമാൻ റിയാസ് കിൽട്ടൺ, ഷംസുദ്ദീൻ ഫൈൻ ടൂൾസ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര, KV ഷംസുദ്ദീൻ തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. അമൃത ന്യൂസ്, ദുബായ്. UAE-യിലെ അനാഥ കുട്ടികളുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച മദർ ഓഫ് ദി നേഷൻ എൻഡോമെന്റ് പദ്ധതിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി 371 കോടി രൂപ സംഭാവന ചെയ്തു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശമനുസരിച്ച് അബുദാബി ഔവാഖ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്. അനാഥരായ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, സംരക്ഷണം, സാമൂഹ്യ ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ടാണ് മദർ ഓഫ് ദി നേഷൻ എൻഡോമെന്റ് പദ്ധതി രൂപീകരിച്ചത്. 52 വർഷമായി അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തനിക്ക് ഭരണാധികാരികളുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് MA യൂസഫ് അലി പറഞ്ഞു. UAE-യുടെ മാനുഷിക മൂല്യങ്ങളുടെ ഉജ്ജ്വല മാതൃകയാണ് ഈ പദ്ധതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി.
കുവൈറ്റിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നതിന് സ്വദേശി പൗരന്മാർ പ്രകടിപ്പിക്കുന്ന വിമുഖതയ്ക്ക് മാറ്റം വന്നതായി റിപ്പോർട്ട്. മാനവശേഷി സമിതി പുറത്തിറക്കിയ സ്ഥിതി വിവര കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇതുപ്രകാരം കഴിഞ്ഞ വർഷം സ്വകാര്യ മേഖലയിൽ തൊഴിൽ തേടുന്ന കുവൈറ്റി പൗരന്മാരുടെ അപേക്ഷകളിൽ 59.8% വർധനവുണ്ടായി. 2026 സ്വകാര്യ മേഖലയിൽ തൊഴിൽ തേടുന്ന കുവൈറ്റി പൗരന്മാരുടെ എണ്ണം 4642 ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഇത് ഏകദേശം 7418 അപേക്ഷകളായി ഉയർന്നു. കഴിഞ്ഞ വർഷം ആകെ 21,667 സ്വദേശി പൗരന്മാരാണ് സിവിൽ സർവീസ് ബ്യൂറോയിൽ തൊഴിലിനായി രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 7418 പേരും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ആകെ അപേക്ഷകരുടെ 34.2% ഇത്. അതേസമയം 14,249 പേരാണ് പൊതുമേഖലയിൽ ജോലി ലഭിക്കുന്നതിന് മുൻഗണന നൽകിയത്. കുവൈറ്റിൽ ക്യാഷ് ഡിക്ലറേഷൻ നടത്താനുള്ള സൗകര്യം സഹൽ ആപ്പ് വഴി ആരംഭിച്ചതായി കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ. വിമാനത്താവളം ഉൾപ്പെടെയുള്ള അതിർത്തി കവാടങ്ങൾ വഴി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരും പുറത്തേക്ക് പോകുന്നവരുമായ യാത്രക്കാർ 3000 ദിനാറോ തതുല്യ മൂല്യമുള്ളതോ ആയ കറൻസി കൈവശമുണ്ടെങ്കിൽ കസ്റ്റംസിൽ ക്യാഷ് ഡിക്ലറേഷൻ നടത്തണം. ഇതിനായുള്ള സൗകര്യമാണ് സഹൽ ആപ്പ് വഴി ആരംഭിച്ചിട്ടുള്ളത്. കലാസാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ ഷാർജ മലയാളി സമാജത്തിൻ്റെ 2026 ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി പുഷ്പരാജ് ആദവനാടിനെയും ജനറൽ സെക്രട്ടറിയായി ഷെറിൻ ചെറിയാനെയുമാണ് തെരഞ്ഞെടുത്തത്. വിനോദ് ബാഹുലയൻ ട്രഷറർ, ബിപിൻ കൃഷ്ണൻ വൈസ് പ്രസിഡന്റ്, ശ്രീധർ ആദവനാട് ജോയിന്റ് ട്രഷറർ, ശ്രീജിത്ത് അറുമുഖൻ ജോയിന്റ് സെക്രട്ടറി എന്നിവരെയും പുതിയ ഭാരവാഹികളായി നിശ്ചയിച്ചു. 16 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും സംഘടനയുടെ യോഗത്തിൽ തെരഞ്ഞെടുത്തു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇസ്രയേലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഇസ്രയേൽ പാർലമെന്റായ കനെസെറ്റിന്റെ പ്രത്യേക സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഇതോടെ ഇസ്രയേൽ പാർലമെന്റിൽ പ്രസംഗിക്കുന്ന ആദ്യ ഇന്ത്യൻ ഭരണാധികാരി എന്ന ചരിത്ര നേട്ടം മോദിക്ക് സ്വന്തമാക്കും. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ഔദ്യോഗിക ചർച്ചകളിലേക്കും തുടർന്ന് അത്താഴ വിരുന്നിലേക്കും പ്രവേശിക്കും. പ്രധാനമന്ത്രി നെതന്യാഹുവിനൊപ്പം ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും മോദി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിൻ്റെ പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം ശാസ്ത്രം, സാങ്കേതികവിദ്യ, പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനെക്കുറിച്ച് നേതാക്കൾ ചർച്ച ചെയ്യും. സർക്കാർ ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ചോർത്തിയെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഓഫീസിലെ OSD സാംബോ ശിവറാവു സ്പാർക്കിന് കത്തയച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച് രേഖ പുറത്തുവിട്ട ചെന്നിത്തല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് ഇതെന്നും ആരോപിച്ചു. സർക്കാർ ജീവനക്കാരുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള വ്യക്തിവിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ചോർത്തിയെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ജീവനക്കാരുടെ പേര്, ഫോൺ നമ്പർ, ജോലി സംബന്ധമായ വിവരങ്ങൾ എന്നിവയടക്കം K-സ്മാർട്ട് വഴി എക്സൽ ഷീറ്റുകളിലാക്കി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സാംബശിവറാവു ആണ് സ്പാർക്കിന് കത്തയച്ചത്. ഈ വിവരങ്ങൾ PRD സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൈമാറാനായിരുന്നു നിർദ്ദേശം. കഴിഞ്ഞ ഡിസംബറിലാണ് ഇത് സംബന്ധിച്ച് കത്തയച്ചത്. ഈ മാസം 12-നകം വിവരങ്ങൾ കൈമാറണമെന്നായിരുന്നു നിർദ്ദേശം. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്നും ചെന്നിത്തല ആരോപിക്കുന്നു. ഇത് നഗ്നമായ ഡേറ്റ പ്രൈവസിയുടെ ലംഘനമാണ്. ഇത് രഹസ്യമായി സൂക്ഷിക്കേണ്ട ഈ ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അടിയന്തരമായി മുഖ്യമന്ത്രി അവസാനിപ്പിക്കാമെന്ന് ഇന്നലെ കോടതി വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ നിയമപരമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് വരെ മുഖ്യമന്ത്രിയുടെ സന്ദേശങ്ങൾ എത്തിയെന്നും വ്യക്തിഗത വിവരങ്ങൾ നിയമവിരുദ്ധമായി ശേഖരിച്ചതിൽ കോടതി ഇടപെടണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഈ നിയമവിരുദ്ധ നടപടിയെ ന്യായീകരിക്കുന്ന ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ മുൻ IT സെക്രട്ടറി ശിവശങ്കറിന്റെ പാതയിലാണെന്നും അദ്ദേഹം പരിഹസിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട. NCERT പാഠപുസ്തകത്തിൽ ജുഡീഷ്യറിയിലെ അഴിമതി എന്ന ഭാഗം ഉൾപ്പെടുത്തിയതിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീംകോടതി. ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. സംഭവത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് കോടതി പറഞ്ഞു. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി വൈകുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. സ്ഥലം കണ്ടെത്തുന്ന വിഷയത്തിൽ മറുപടി നൽകാൻ 2 ആഴ്ച കൂടി സമയം നൽകി. സാധ്യതാ പഠനം നടത്തി നിലപാടറിയിക്കാൻ നിർദ്ദേശം.
ഹർജി തീർപ്പാക്കുന്നതുവരെ കേരള സ്റ്റോറി 2 റിലീസ് ചെയ്യേണ്ടെന്നാണ് ഹൈക്കോടതി. ഹർജിക്കാരുടെ വാദം അപ്രസക്തമല്ലെന്ന് നിർമ്മാതാക്കളോട് കോടതി. ചിത്രം കണ്ട് വിലയിരുത്താൻ കോടതിക്കല്ല സെൻസർ ബോർഡിനാണ് അധികാരമെന്ന നിർമ്മാതാക്കളുടെ വാദത്തോടാണ് കോടതിയുടെ ഈ മറുപടി. ഹർജിയിൽ വിശദമായി വാദം കേൾക്കും. കൊച്ചി അമൃത ആശുപത്രി കോട്ടയം പ്രസ് ക്ലബ്ബുമായി ചേർന്ന് കോട്ടയത്തെ മാധ്യമപ്രവർത്തകർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലഡ് ഷുഗർ, പ്രഷർ, എക്കോ, ECG, PFT, എക്സ്റേ, ഓഡിയോളജി തുടങ്ങിയ പരിശോധനകളാണ് ഒരുക്കിയത്. അമൃത ആശുപത്രിയിലെ ജനറൽ സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ C. ശ്രീകുമാർ, കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർ B. അഭിലാഷ് നായർ, ENT വിഭാഗം ഡോക്ടർ നരേൻ P. മേനോൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർമാരായ അപർണ നായർ H, ബ്ലസ്സി ജോയ്, ഓഡിയോളജിസ്റ്റ് അർച്ചന മറിയം വർഗീസ് തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തവരെ പരിശോധിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അനീഷ് കുര്യൻ, സെക്രട്ടറി ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. കൃത്യമായ ആഹാരക്രമവും വ്യായാമവും സാധ്യമല്ലാതെ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരോടുള്ള മാതാ അമൃതാനന്ദമയി ആശ്രമത്തിൻ്റെയും അമൃത ആശുപത്രിയുടെയും പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് ഡോക്ടർ C. ശ്രീകുമാർ പറഞ്ഞു. മണിക്കൂറും സ്വന്തം ആരോഗ്യം നോക്കാതെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ജീവനക്കാരാണ് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ. അവർ സ്വന്തം ആരോഗ്യം നോക്കാതെ ഭക്ഷണം പോലും കൃത്യമായി കഴിക്കാതെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ആരോഗ്യം നിലനിർത്തപ്പെടേണ്ടത്, നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടത് ആശ്രമത്തിൻ്റെയും അമ്മയുടെയും താല്പര്യമായി വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ക്യാമ്പ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. T20 ലോകകപ്പിലെ സൂപ്പർ 8-ൽ ശ്രീലങ്കയ്ക്ക് തോൽവി. ന്യൂസിലാൻഡിന് 61 റൺസ് ജയം. ടോസ് നേടിയ ശ്രീലങ്ക ന്യൂസിലാൻഡിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 47 റൺസ് എടുത്ത മിച്ചൽ സാന്റണിന്റെ മികവിൽ കിവീസ് 7 വിക്കറ്റിന് 168 റൺസ് നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കയ്ക്ക് തുടക്കത്തിലെ ബാറ്റിംഗ് തകർച്ച നേരിട്ടു. നിശ്ചിത ഓവറിൽ 8 വിക്കറ്റിന് 107 റൺസ് എടുക്കാനേ ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞുള്ളൂ. ന്യൂസിലാൻഡിന്റെ രജിൻ രവീന്ദ്ര 4 വിക്കറ്റ് നേടി. ഈ തോൽവിയോടെ ശ്രീലങ്കയുടെ സെമി സാധ്യത മങ്ങി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.